ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എന്താണ് വിശേഷങ്ങൾ? എല്ലാവരുടെയും സുഖമല്ലേ? ഞാൻ വീഡിയോയുമായിട്ട് വന്നിട്ടുള്ളത് റമദാൻ്റെ ക്ലീനിങ് ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ? ഞാൻ വീഡിയോ എല്ലാം എഡിറ്റ് ചെയ്തിട്ട് ഇടാൻ കുറച്ച് വൈകിപ്പോയിട്ടാണ്. ഞാൻ റമദാൻ്റെ ഇപ്പം 3 ദിവസം മുന്നേ അല്ലേ ഇടുന്നത്. റമദാൻ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഒരു 10-15 ദിവസമായിട്ടാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ? അപ്പം നമുക്ക് ആദ്യമായിട്ട് ഉമ്മറത്തുനിന്ന് തന്നെ തുടങ്ങിയിട്ടാണ്. ഞാൻ ഒറ്റയ്ക്കില്ല, എൻ്റെ വീടിൻ്റെ അടുത്ത വീട്ടിലത്തെ ഒരു ചേച്ചിയുണ്ട്, അതിനെയാണ് കേട്ടോ ഞാൻ വിളിച്ചിട്ടുള്ളത്. കാരണം ഒറ്റയ്ക്ക് എനിക്ക് പറ്റില്ല. ഒരുപാട് സ്ഥലമുള്ള കാരണം കൊണ്ട് അടിയിലും ഉണ്ട്, അത്യാവശ്യം നീതിയുണ്ട്. പിന്നെ മക്കൾക്കാണെങ്കിലോ ക്ലാസ്സും കാര്യങ്ങളുള്ള കാരണം അവർക്ക് എക്സാമാണെന്ന് പറഞ്ഞിട്ട് അവർക്ക് ഒഴിവില്ല. പിന്നെ ഒറ്റയ്ക്ക് സാധിക്കില്ല, ചെയ്യും ഓരോ ദിവസമായിട്ട്. പക്ഷേ അത് വേണ്ട വെച്ചിട്ട് ഞാൻ തൊട്ട വീട്ടിലത്തെ ചേച്ചിനെയും കൂടി വിളിച്ചിട്ടാണ് കേട്ടോ ചെയ്തത്. ആദ്യം ഉമ്മറത്തെ റൂമും ഹാളും സിറ്റ് ഔട്ടും ഒക്കെ ക്ലീനാക്കി, പിന്നെ ഞാനും കൂടെ നിന്നോട്ടാ. അതിന് ശേഷം ബാത്റൂമുകളും എല്ലാം ക്ലീനാക്കി തന്ന്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ നമ്മളെ റൂമിൽ സാധനങ്ങളാണല്ലോ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് വെക്കലും ഒക്കെ ആയിട്ട് ഞങ്ങളെ റൂമിൽ കുറേ ഷോക്കേസിൽ മക്കളുടെ കുറേ പ്രൈസുകളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്നാണ് കേട്ടോ എൻ്റെ ചെറിയ മോളുടെ ബർത്ത്ഡേ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫോട്ടോ കണ്ടപ്പോൾ അതൊന്ന് വീഡിയോ എടുത്തു. പിന്നെ അവരുടെ പ്രൈസുകളെല്ലാം തുടച്ച് ക്ലീനാക്കി. അതൊക്കെ ഞാനാട്ടോ ചെയ്യുന്നത്. അതൊക്കെ ക്ലീനാക്കി അങ്ങനെ നേരെ ഷോക്കേസിൽ വെച്ചു. പിന്നെ അതിന് ശേഷം പിന്നെ അങ്ങനെ ക്ലീനാക്കിയിട്ട് പിന്നെ ബാത്റൂമും എല്ലാം ഒപ്പം നമ്മൾ നിൽക്കണ്ടിട്ടാ. അവരെ കൊണ്ട് ഒറ്റയ്ക്ക് സാധിക്കില്ലല്ലോ. നമുക്ക് കൂട്ടിയമ്മിൽ കൂടെ ഒരാളുണ്ടാവുമ്പോൾ നമുക്കൊരു കാര്യം തന്നെയല്ലേ. അത് രാവിലെ നേരത്തെ വന്നിട്ടാ. എന്നിട്ട് പിന്നെ അതൊരു 5 മണിയൊക്കെ ആകുമ്പോഴാണ് പോയത്. അത്യാവശ്യം അടിച്ച് തുടച്ച് ക്ലീനാക്കാണ്ടായിരുന്നു. എത്ര തുടച്ചാലും വീണ്ടും അതുപോലെ തന്നെയാണ്. ഇപ്പം ഈ പൊടിയും കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ പിന്നെ നേരെ അടുക്കളയിലേക്ക് കടന്ന് അവിടുത്തെ കഴിഞ്ഞ് നേരെ അടുക്കളയിലേക്ക് കടന്നിട്ട് അവിടെ എല്ലാം ക്ലീനാക്കി അങ്ങനെ നേരെ ഞങ്ങൾ മേലേക്ക് വന്നു. മേലെ അകൊക്കെ ക്ലീനാക്കിയിട്ടാട്ടാ. മേലെ 2 റൂമുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ക്ലീനാക്കിയിട്ട് നേരെ സിറ്റ് ഔട്ടിൽ വന്ന് നോക്കുമ്പോൾ നല്ല പൊടിയായിരുന്നു. എന്താന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ തുടച്ചെടുത്തത് എന്തായാലും വൃത്തിയാവില്ല. അപ്പോൾ നേരെ ബക്കറ്റിൽ വെള്ളം കൊടുന്നിട്ട് പിടിച്ചു. ഞങ്ങളങ്ങനെ മേലെന്ന് അടിയിൽ നിന്ന് പൈപ്പ് പിടിച്ചിട്ട് ഇങ്ങനെ നനച്ച് കൊടുക്കലായിരുന്നു. അപ്പോൾ അതൊന്നും ചെയ്തില്ല. നേരെ മേലെന്ന് ബക്കറ്റിൽ വെള്ളം ഒഴിച്ച് അത് തുടച്ച് ക്ലീനാക്കി എടുത്തു. അത്യാവശ്യം പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. മക്കൾ അവരെ വക കച്ചറാക്കിയതും എല്ലാതും കൂടി ആയിട്ട് എല്ലാം കൂടി ഒരു ദിവസം ഉണ്ടാക്കി വെക്കുമ്പോൾ പറ്റുന്നില്ല. എന്നാലും കുറേയൊക്കെ പണികളൊക്കെ ചെയ്തു കേട്ടോ. റമദാനായാൽ നമ്മൾ വീടൊക്കെ ഒന്ന് ക്ലീനാക്കും, എല്ലാം ചെയ്യണ്ടേ. അതൊക്കെ അതാണ്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റമദാനിലേക്കുള്ള തിരക്കായി ഇല്ലേ. അപ്പോൾ ഇനി ഈ വക കാര്യങ്ങളൊന്നും ക്ലീനാക്കണ്ടല്ലോ. നമുക്ക് പിന്നെ അള്ളാഹുവിലേക്ക് മാത്രം അടുത്തിട്ട് ഇരുന്നാൽ അതും നമുക്ക് കാര്യമാണ്. എന്നാലും കുറേ എല്ലാം ഒതുക്കി വെച്ച് അൽഹംദുലില്ലാ, കുഴപ്പമൊന്നുമില്ല. ക്ലീനിങ് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം അടിയിൽ മാത്രമല്ലോ, നമ്മൾ മീതിയും ക്ലീനാക്കല്ലേ. കുറേ നിന്ന് കഷ്ടപ്പെട്ടു അങ്ങനെ. പിന്നെ കൂടെ ആ ചേച്ചിയും കൂടെ ഉള്ള കാരണം കൊണ്ട് നമുക്കൊരു സമാധാനമായിട്ടാണ്. അവരും കൂടെ നിന്നു. പിന്നെ അന്ന് മോളുടെ ബർത്ത്ഡേ ആയ കാരണം കൊണ്ട് അവരെ ഫ്രണ്ട്സുകളും വന്ന്. അവർക്കറിയില്ല നമ്മളിവിടെ നിന്ന് ക്ലീനാക്കുകയാണെന്ന്. ഇവിടെ ക്ലീനാക്കണ കണ്ട അപ്പോൾ അവർ ചോദിച്ച്, ഉമ്മ ഇന്ന് എന്തിനാണ് ക്ലീനാക്കി, ഞങ്ങൾ വരുന്നത് അറിയില്ല. പിന്നെ നമുക്കറിയില്ല. ഒരു സർപ്രൈസായിട്ട് അവർ മോള് വരുമ്പോഴത്തേനും അവരൊക്കെ ഉമ്മ അപ്പോഴത്തേനും ക്ലീനാക്കിക്കൊണ്ടിരിക്കുക. അവൾ വരുമ്പോഴത്തേനും നമുക്ക് ഒക്കെ അറേഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ട് അവരെ വക അത് അതിനെല്ലാം ക്ലീനാക്കി. കിച്ചനും അതും എല്ലാം ക്ലീനാക്കി നല്ല വൃത്തിയായിട്ടാണ്. നമ്മൾ കുറേ ചെയ്തെങ്കിൽ തന്നെയല്ലേ നമ്മളുടെ വീടും പരിസരമൊക്കെ നല്ല വൃത്തിയാവുള്ളൂ. അടുക്കളുടെ ചുമരും വർക്ക് ഏരിയയുടെ ചുമരും എല്ലാം ക്ലീനാക്കി.
അപ്പോൾ ഒപ്പം ഞാനും കൂടെ നിന്ന കാരണം കൊണ്ടിട്ടാ, കാരണം അവർക്ക് ഒറ്റയ്ക്ക് സാധിക്കില്ലല്ലോ. പിന്നെ അങ്ങനെയൊക്കെ ആയിട്ട് അതും ചെയ്തു. വർഷത്തിലൊരിക്കലല്ലേ ചെയ്യുക, ഞാൻ വർഷത്തിലൊരിക്കലല്ല കേട്ടോ. ഞാൻ മാറാലൊക്കെ 2 ആഴ്ച കൂടുമ്പോൾ തട്ടും. പിന്നെ മൊത്തം ക്ലീനിങ് ഒരു 6 മാസം കൂടുമ്പോഴൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് നേരം കിട്ടുമ്പോൾ നമ്മളെ റൂമിലത്തെ ജനലുകളും കാര്യങ്ങളും എല്ലാം ക്ലീനാക്കാൻ നിൽക്കും. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കിച്ചണിലത്തെ കബോർഡിൽ ഒരുപാട് പാത്രങ്ങളുണ്ടായിരുന്നു, അതൊക്കെ വലിച്ചിടാനും അതെല്ലാം ഒതുക്കാനും ഒക്കെ നിന്നു. അവരെ കൊണ്ട് ഒറ്റയ്ക്ക് സാധിക്കില്ലല്ലോ, അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണ്ടേ. എന്നാലും കൂടെ ഒപ്പം ചെയ്യാനൊക്കെ നിന്നുട്ടാ ആൾ. അങ്ങനെ അതും കഴിഞ്ഞ് നേരെ ഞങ്ങൾ വർക്ക് ഏരിയയിലേക്ക് വന്നു. വർക്ക് ഏരിയയിൽ വന്നപ്പോൾ കസാരകളും കുറച്ച് കിച്ചണിൽ നിന്ന് റാക്കുമെന്ന് ചെമ്പുകളും എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം അതൊന്നും ക്ലീനാക്കിയിട്ടുണ്ടായിരുന്നില്ല. അടുപ്പിൻ്റെ മേലുള്ള റാക്കുമ്മല വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേശ്ശെ പൊടികളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ആ ചേച്ചി എല്ലാം കഴുകി കമിഴ്ത്തി വെച്ചോളാൻ പറഞ്ഞു. ഇന്ന് വെക്കണ്ട, നമുക്ക് നാളെ അതൊക്കെ റാക്കുമ്മലേക്ക് കയറ്റി വെക്കാൻ പറഞ്ഞ് സ്റ്റൂളുകളും കസാരകളും എല്ലാം സോപ്പിട്ട് കഴുകി തന്നു. ലാസ്റ്റ് ബാക്കിൽ തന്നെ കട്ടകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പൈപ്പ് പിടിച്ചാണ്ട് കഴുകി. അങ്ങനെയാണ് എൻ്റെ ഒരു ദിവസം ഉണ്ടായത്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.